അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 17, 20 മുതൽ 26 വരെയുമുള്ള തിരുവചനങ്ങൾ. അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു: ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ ദുഃഖിച്ച് കരയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു. സുവിശേഷ വിചിന്തനം. പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഭാഗ്യവാൻ ആരാണ് എന്ന് ഈശോ വ്യക്തമാക്കി തരുന്നു. യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ ആരാണ് എന്നതിൻ്റെ ഉത്തരം, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ, നോട്ടത്തിൽ ഭാഗ്യവാൻ എന്ന് നമ്മൾ കരുതുന്നവർ ആരായിരിക്കും? സമ്പത്ത് ധാരാളമുള്ളവർ ഭാഗ്യവാന്മാർ. സ്ഥാനമാനങ്ങളും പദവിയും അധികാരമുള്ളവരാണ് നാം ഭാഗ്യവാന്മാരായി കണക്കാക്കുന്നത്. സ്വത്തും പണവും പേരും കുലമഹിമയും ഉള്ളവരെയും നാം ഭാഗ്യവാന്മാരായി കരുതാറില്ലേ? ബിരുദങ്ങളും ഉന്നത ജോലിയും മഹിമയും ഉള്ളവരെ നാം ഭാഗ്യവാന്മാരെന്ന് കരുതാറില്ലേ? ഈ ലോകത്തിൻ്റെ ഭാഗ്യവാന്മാർ ചിലപ്പോൾ സമ്പന്നരും അഹങ്കാരികളും കലഹപ്രിയരും അനീതിയും ഹൃദയകാഠിന്യമുള്ളവരും ചൂഷകരുമായൊന്നു വരാം. അവരുടെ ഭാഗ്യം നിർഭാഗ്യമാകാം. സമ്പത്തിൽ മാത്രം അന്തിമ ലക്ഷ്യം വയ്ക്കുന്നവന് കാത്തിരിക്കുന്നത് ഭാഗ്യമായിരിക്കണമല്ല, ദുരന്തങ്ങളായിരിക്കാം. ഈ ലോകത്തിൽ തിന്നും കുടിച്ചും മാത്രം സംതൃപ്തരായി നടക്കുന്നവർ കാത്തിരിക്കുന്നത് ഭാഗ്യമായിരിക്കണമെന്നില്ല, ദൗർഭാഗ്യമാകാം. ലൗകിക ജീവിതത്തിൽ ഉന്മത്തരായി തിന്മ നിറഞ്ഞ അഹങ്കാരപരമായ ജീവിതം നയിക്കുന്നവർ ദൗർഭാഗ്യങ്ങളുടെ പരമ്പര അനുഭവിക്കേണ്ടി വരും. വിഡ്ഢികളെപ്പോലെ ജീവിതം ആസ്വദിക്കുകയും സഹോദരൻ്റെ കണ്ണുനീരിന് നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്നവർക്ക് നഷ്ടങ്ങളുടെ നിരയായിരിക്കും ഉണ്ടാവുക. മൂല്യങ്ങൾ പരാജയപ്പെടുത്തിയും പേരും പെരുമയും മഹത്വവും സൽപ്പേരും ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ലഭിക്കുന്നത്, അവരെ കാത്തിരിക്കുന്നത് ദുർവിധിയാകാം. ഭാഗ്യം യഥാർത്ഥത്തിൽ ഭാഗ്യമാകുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുമ്പോഴാണ്. ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക ദാനങ്ങളും കൃപകളുമാണ് ഭാഗ്യത്തിന് നിദാനം. ദരിദ്രൻ ഭാഗ്യവാനാകുന്നത് ദൈവം അവനോട് കാട്ടുന്ന കരുണയും അനുഗ്രഹവും കൊണ്ടാണ്. വേദനാപൂർണമായ ഇല്ലായ്മയിലും സഹനത്തിലും ദൈവത്തിലേക്ക് മനസ്സ് തിരികെയും അവിടുത്തെ വാഗ്ദാനത്തിലും രാജ്യത്തിലും ആശ്രയിക്കുകയും അഭയം തേടുകയും ചെയ്യുന്നവൻ ദൈവകൃപ ലഭിക്കും. ഭാഗ്യം അവിടെ ആരംഭിക്കുന്നു. യഥാർത്ഥ ഭാഗ്യം മാനവ ജീവിതത്തിലേക്ക്, മനുഷ്യ ജീവിതത്തിലേക്ക് യേശു തരുന്ന ആശ്വാസവും ആനന്ദവും ആത്യന്തികമായ രക്ഷയുമാണ്. യേശുവിൻ്റെ ശിഷ്യത്വത്തിലുള്ള
ശിഷ്യത്വത്തിൻ്റെ പേരിലുള്ള പീഡനവും സഹനവും പ്രവാചക സമാനമായ ജീവിതത്തിൻ്റെയും മധ്യേ ഈശോ നൽകുന്ന പ്രതിഫലമാണ് അവൻ്റെ സൗഭാഗ്യം. യഥാർത്ഥ ഭാഗ്യവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്, നിരന്തരം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ഹിതം എന്താണെന്ന് അന്വേഷിക്കുന്നവൻ, കണ്ടെത്തുന്നവൻ, തിരിച്ചറിയുന്നവൻ, നിറവേറ്റുന്നവൻ, സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവൻ, അവനാണ് ഭാഗ്യവാൻ. തൻ്റെ ദാരിദ്ര്യത്തിലും വേദനകളിലും സങ്കടങ്ങളിലും പീഡനങ്ങളിലും ദൈവത്തിലേക്ക് തിരിയുന്നവൻ, ദൈവത്തോട് ആലോചന ചോദിക്കുന്നവൻ, അവനാണ് ഭാഗ്യവാൻ. അവൻ്റെ സമ്പത്ത് ദൈവമാണ്. അവൻ്റെ നിലവിളിയും വിലാപവും ദൈവത്തിലേക്ക് ഉയരുന്നു. അവൻ്റെ ശാന്തതയും ആശ്വാസവും ദൈവത്തിൽ നിന്നാണ്. അവൻ്റെ നീതിയും പ്രവർത്തനങ്ങളും ദൈവ ഇഷ്ടത്തിൽ നിന്നാണ്. അവൻ്റെ കരുണയും അനുകമ്പയും അതിൻ്റെ എല്ലാം ഉറവിടം ദൈവമാണ്. അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയിലാണ്. അവൻ വിതയ്ക്കുന്ന സമാധാനം ദൈവത്തിൽ നിന്നുള്ള ശക്തിയും തേജസ്സുമാണ്. അവൻ സഹിക്കുന്ന പീഡനങ്ങളും നിന്ദകളും അപമാനങ്ങളും ദൈവമഹത്വത്തിനാണ്. അവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. ഈ ലോകത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ വിപരീതമാണത്. യേശു സമ്പത്തായുള്ളവൻ, യേശു സ്വന്തമായുള്ളവൻ, അവനാണ് ഭാഗ്യവാൻ.